മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് ഞാനേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മക്കളെ ഇതാണ്ട് ഈ മങ്കട മീൻ എല്ലാവർക്കും അറിയാം കേട്ടോ. ഈ മങ്കട എന്നാണ് നമ്മളിവിടെ പറയുന്നത്. വേറെ പേരൊക്കെ ഉണ്ട് എന്തൊക്കെയോ സ്ഥലത്ത്. അപ്പോൾ ഈ മങ്കട എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മീൻ വെട്ടി കറി വെക്കുന്ന അതാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഈ മീൻ വെട്ടാൻ, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാനിത് കാണിക്കുന്നത്. ഭയങ്കര തോല് കട്ടിയുള്ള ഒരു മീനാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ കത്രി കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ വളരെ പാടാണ്. കാരണം അതിൻ്റെ മുരുപ്പിന് നല്ല കട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുരുപ്പ് ചെത്തിക്കളഞ്ഞിട്ട് വേണം നമ്മളത്, അപ്പോൾ തൊലി ഇലിഞ്ഞ് കളഞ്ഞാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മൾ കത്രി കൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അപ്പം നമ്മൾ കത്തി എടുത്തു. പിച്ചാത്തി നല്ല മുറിയുന്ന പിച്ചാത്തി ആയിരിക്കണം. ചക്ക കണ്ടിച്ചതിന് ശേഷം എടുത്ത് അതുകൊണ്ട് ആ പിച്ചാത്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പാടൊക്കെ ചക്കത്തോടാത്. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ തൊലി അടിച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങ് തലയോട് ചേർത്ത് ഇങ്ങനെ അങ്ങ് ഇലിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ സൈഡും അതിൻ്റെ താഴത്തെ ഭാഗവും നമ്മൾ അത് കണ്ട തക്കുടൂന് ഇട്ട് കൊടുക്കുക. പൂച്ച അവിടെ കിടന്ന് കരയുന്നു. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് വെട്ടി അടിഭാഗം വെട്ടി ആ വയറും കൂടെ അങ്ങ് വെട്ടും. കാരണം ആ വയറിൻ്റെ ഭാഗത്ത് വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം. നമ്മൾ ആ വയറൂടെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ തൊലി എടുക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് ആ വയറൂടെ ചേർത്ത് അങ്ങ് കട്ട് ചെയ്തെടുത്തേത്. അപ്പം ഞാൻ ഈ പുറത്ത് വർക്കരയിൽ നിന്ന് ആ കട്ട് ചെയ്യുന്നപ്പോൾ പുറത്ത് പൂച്ചക്കൂട്ടം നിൽപ്പുണ്ടത് അങ്ങനെ എറിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ചിറക് ഈ തന്നെ ചെകള എടുത്ത് കളയും. ഈ ചെകളയുടെ അവിടെ നിന്നാണ് നമ്മൾ ഈ തോല്, അവിടുന്ന് തന്നെ നമ്മളിങ്ങനെ തോല് ഇങ്ങനെ ഇളക്കിയെടുക്കുവാണ്. കണ്ടില്ലേ? ആ തലയുടെ ആ ഭാഗത്തുനിന്ന് തന്നെ തോല് ഇളക്കിയെടുക്കാനാണ് നമ്മളിങ്ങനെ തല, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വെട്ടിയെടുത്ത് നമ്മൾ തിരിഞ്ഞാണ്ട് ഇതേ രീതിയിൽ തലയൊന്നും കൂടെ ആ ചിറവും കൂടെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നേരത്തെ നമ്മളങ്ങ് ചിറകങ്ങ് എടുക്കും കേട്ടോ. ഇതേ രീതിയിൽ തൊലി ശ്രദ്ധിക്കണം. കൈ നമ്മളതിൻ്റെ ഇടയ്ക്കോട്ടിട്ട് ഇങ്ങനെ വലിച്ച് ഊരി ഇങ്ങെടുക്കണം. അല്ലെങ്കിൽ ആ തൊലിയുടെ ആ വാലിൻ്റെ ആ ഭാഗത്ത് ഒടിഞ്ഞ് അവിടെ ഇരിക്കും. അത് എടുക്കാൻ വലിയ പാടാണ്. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആ മാംസവും കൂടി ഇളകിപ്പോരും. പിന്നെ ഈ വയറിൻ്റെ അവിടെയൊക്കെയുള്ള നമ്മളിങ്ങനെ ഇലിഞ്ഞെടുക്കാം. പിച്ചാത്തി കൊണ്ട് ഇതേ രീതിയിൽ കത്തി കൊണ്ട് നമ്മളിങ്ങനെ വെച്ച് അവിടെ നിന്നെല്ലാം ഇലിഞ്ഞെടുക്കുകയാണ്. നമ്മൾ തൊലി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാംസം എല്ലാം തൊലിക്കാതിരിക്കും. അതുകൊണ്ട് കൈ കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അത് ഉരിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഈ ചെകള എടുത്തു. നമ്മൾ സാധാരണ ചെകള മാറ്റിയിട്ടാണ് തലയും വെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഇലിയാറ്. ഇങ്ങനെ ഇപ്പം ഞാൻ ഈ മോളിൽ നിന്ന് ഞാൻ ഇലിഞ്ഞെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ ആ തലയുടെ ആ ഭാഗം വെച്ച് ഞാൻ കട്ട് ചെയ്യുന്ന ആ ടിൻറ്റിനും ആ പൂച്ചക്കുട്ടനും കൊടുക്കാനാണ്. അല്ല ഞാൻ മൊത്തത്തിൽ ആ പിന്നെ തലയും പിന്നെ അതിൻ്റെ പൂവും എല്ലാം കൂടെ എടുക്കത്തേ ഉള്ളൂ. എടുത്ത് നമ്മൾ കളയത്തില്ല, നമ്മുടെ പട്ടിക്കൊക്കെ വേവിച്ച് കൊടുക്കാനെടുക്കും. എന്നിട്ടാണ് അതിൻ്റെ ആ താടിക്കകത്തുള്ള ആ തൊലിയും നമ്മൾ അതേ രീതിയിൽ എടുത്തിട്ട് അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ തലയുടെ മുകളിൽ അതിൻ്റെ ഓട്ടിൽ നിന്ന് തന്നെ കണ്ടില്ലേ ഇലിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര കട്ടിയാണ് ഈ തൊലിക്ക്. നമ്മളിതുപോലെ മാംസം ഇളകാത്ത രീതിയിൽ ഇങ്ങനെ അകത്തൂടെ കൈയിട്ടാണ് ആ വാല് ഭാഗം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അകത്തൂടെ കൈയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയും നമ്മൾ അവിടെ ഇരിക്കുന്ന ആ തോലും കൂടെ അങ്ങനെ അങ്ങ് ഇളക്കി കളഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ തലഭാഗം ഇങ്ങ് വെട്ടിയെടുക്കും കേട്ടോ. തലഭാഗം വെട്ടിയെടുത്തിട്ട് ആ പൂവും കണ്ണും നമ്മൾ കണ്ണെടുക്കത്തില്ല കേട്ടോ. കണ്ണ് നല്ലതാണ്, പക്ഷേ എനിക്കത് മീനിനകത്ത് കിടക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് കണ്ണെടുത്ത് മാറ്റും. പിന്നെ കുടലിൽ വയറെല്ലാം അഴുക്കെല്ലാം എടുത്തിട്ട് അവിടെ രക്തം കട്ട പിടിച്ചിരിപ്പുണ്ടാവുമല്ലോ ആ മുള്ളിൻ്റെ അവിടെ, അതെല്ലാം ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെല്ലാം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റും. കണ്ടില്ലേ? അങ്ങനെ മാറ്റി നമ്മളതിൻ്റെ വാലും കട്ട് ചെയ്ത് നല്ല മുറിയുന്ന പിച്ചാത്തി കേട്ടോ. നമുക്ക് തോന്നുന്നത് മുറിയുന്നില്ല, പക്ഷേ ഈ മീനിൻ്റെ എല്ലിനും എല്ലാം ഭയങ്കര കട്ടിയാണ്. മുള്ളൊക്കെ കണ്ടിച്ചെടുക്കാൻ എല്ലാം എന്ന് പറഞ്ഞാൽ മുള്ളാണ്, ഭയങ്കര പാടാണ്. അപ്പോൾ അത് കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ മീനും അങ്ങ് കട്ട് ചെയ്ത് കണ്ടില്ല ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ 2 മീനും നമ്മൾ കട്ട് ചെയ്തെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ കഴുകിയെല്ലാം എടുത്താണ്ട് ഇതേ രീതിയിൽ നമ്മളിത് ഇങ്ങനെ നമ്മൾ പീസാക്കാനും വലിയ പാടാണ്, അതിൻ്റെ മുള്ളിന് കട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കശേരുക്കളുണ്ടല്ലോ, ഈ ഇടയ്ക്കുള്ള ഈ വെള്ളം കെട്ടി പോലെ നിൽക്കുന്ന ഈ മുള്ളിൻ്റെ അവിടെ വെച്ച് കണക്കാക്കി വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അന്നേരം പെട്ടെന്ന് മീനിങ് മുറിഞ്ഞു വന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വലിയ പാടാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പയിൽ വെച്ച്, നമ്മുടെ ചട്ടിയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഡയറക്റ്റ് വെച്ചിട്ട്. ഇപ്പം ഞാനിങ്ങനെ ഡയറക്റ്റ് ചട്ടി വെക്കത്തില്ല, ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങ് വെച്ചതേ ഉള്ളൂ.
അപ്പോൾ ചട്ടിക്കകത്ത് ഞാൻ ഒറ്റ ടേബിൾ സ്പൂണായിട്ട്, ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂണാണ്, ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ ഉലുവായും ചേർത്തു. 1/4 സ്പൂൺ ഒരു ശകലം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്ത് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒന്ന് ചതച്ചിട്ടുണ്ട്. ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ. അപ്പം നമ്മളിന്ന് പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പല രീതിയിൽ നമ്മൾ മീൻ കറി വെക്കും. ഇതെന്ന് പറയുന്നത് നല്ല കൊഴുത്ത ചാറോടുകൂടി നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ വെച്ചാൽ. കൊഴുത്ത ചാറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഇത് മൂത്തു. എന്നിട്ട് നമ്മളിതിനകത്ത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അങ്ങിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വഴന്ന് വന്നാൽ മതിയല്ലോ, വഴന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം വഴന്ന് മൂപ്പിക്കുകയോ ചെയ്യുള്ളൂ, എന്നാലേ കറി നല്ല ടേസ്റ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഓരോന്നോരോന്നിട്ടാൽ അത് കരിയും. അതുകൊണ്ട് ഒന്നിച്ച് എടുത്ത് നമ്മൾ വെച്ചിട്ട് അത് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഒന്നിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ പെട്ടെന്നൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതങ്ങ് ലൂസാക്കി ഈ നമ്മുടെ ഈ അരപ്പൊന്ന് കുറുകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കുറുകാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമ്മളിത് നമ്മുടെ ഈ ചട്ടിക്കകത്ത് കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടങ്ങ് വഴട്ടി ഈ നമ്മുടെ ഈ മുളകും കുറച്ച് വെള്ളം കൂടെ ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് ലൂസാകാൻ വേണ്ടി, അത് കൊഴുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മളിതെല്ലാം ഇങ്ങനെ വഴട്ടി ആ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഈ വെള്ളം തോരാൻ വേണ്ടി ഇങ്ങനെ ചട്ടിക്കകത്തിട്ട് വഴട്ടും. അപ്പോഴത്തേന് ഈ മുളകിൻ്റെ ആ പച്ച ചുവയും ഒക്കെ മാറി മുളകും നമ്മുടെ മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചട്ടിയിൽ നിന്നും വിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ പല രീതിയിൽ ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പം വിട്ട് വരുന്ന രീതിയിൽ വരെ നമ്മളിങ്ങനെ ചൂടാക്കി കുഴച്ച് നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് തക്കാളിയൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഈ മീൻ ഭയങ്കര കട്ടിയുള്ള മീൻ മാംസമാണ്, അതുകൊണ്ട് തക്കാളി ചേർക്കത്തില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ മസാല അങ്ങ് ലൂസാക്കിയെടുക്കും. കുറേശ്ശെ വെള്ളം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മൂത്ത് നമ്മുടെ ചട്ടിയെല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതങ്ങ് ലൂസാക്കി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറച്ച് പെട്ടെന്ന് വെള്ളം ഒഴിച്ചാൽ അതങ്ങ് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ മരപ്പെല്ലാം തിളച്ചു. നമ്മളിതിലേക്ക് മീനും എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിങ്ങനെ തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഇത് വേവാൻ വെക്കുമല്ലോ. 15ഓ ഇത് എത്രത്തോളം കുറുകി വരുന്നോ അതുവരെ നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പും പുളിയും എല്ലാം ഇട്ട് കൊടുത്തായിരുന്നു. ആവശ്യത്തിനെല്ലാം ഇട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പും പുളിയും കറിവേപ്പിലയും എല്ലാം ഉണ്ട്. കറിവേപ്പിലയും ചേർത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മീനെല്ലാം ഇവിടെ വെന്ത് കുറുകി നല്ല ചാറോടുകൂടി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോടുള്ളൊരു കറിയാണ് മക്കളെ. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം മക്കളെ, ഈ രുചികരമായിട്ടുള്ള കറി എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പഴയതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റും ചെയ്ത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മക്കളെ നന്ദി, നമസ്കാരം.